ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഒരു നല്ല ദിനം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനം നൽകിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവ തിരുവചനത്തിലേക്ക് അടുത്തു വരാം. ഇന്ന് കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ സെഖര്യാവെന്ന പുരോഹിതനോട് അരുളി ചെയ്യുന്ന ദൈവശബ്ദമാണ്. സെഖര്യാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഈ ദൈവശബ്ദം ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവസന്നിധിയിൽ ഏറെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഏറെ നാളുകളായി ദൈവത്തിൽ നിലവിളിച്ച് എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽകണമേ എന്ന്, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നോട് കരുണ തോന്നണമേ എന്ന്, എന്നെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, നിങ്ങളോട് കർത്താവ് ഇടപെടുന്ന ദൈവശബ്ദമാണ്. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. തിരുവചനം പരിശോധിക്കുമ്പോൾ സെഖര്യാവും എലിസബത്തും അവർ ദൈവസ്ഥൽ നീതിയുള്ളവരായി ദൈവത്തിൻ്റെ സകല കൽപ്പനകളെയും ഭയപ്പെട്ട് അനുസരിക്കുന്ന ദൈവമക്കളാണ്. അതിലുപരിയായി സെഖര്യാവ് ആലയത്തിൽ ധൂപം കാട്ടാൻ വരുന്ന പുരോഹിതനാണ്. ഇവരുടെ ജീവിതത്തിലെ പോരായ്മ, ഇവർക്ക് ഇതുവരെ ഒരു തലമുറയില്ല. അവർ ഏറിയ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് നാളിതുവരെയായി മറുപടി ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവരാ പ്രാർത്ഥനാ വിഷയം തന്നെ മറന്നുപോയിരിക്കാം. എന്നാൽ നിന്റെ പ്രാർത്ഥനയെ മറന്നു കളയുന്ന ദൈവമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കത്തില്ല. നിശ്ചയമായി തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മെ മാനിപ്പാൻ അവൻ്റെ കരം ശക്തിയുള്ളതാകുന്നത് കൊണ്ട് സെഖര്യാവിനോടും എലിസബത്തിനോടും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര, പ്രിയമിത്രമേ, നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നീ ദൈവസ്ഥനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ഏറെ നാളുകളായി കഴിഞ്ഞതുകൊണ്ട് സെഖര്യാവിനെ പോലെ അവിശ്വസിക്കുകയാണെങ്കിലും ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി നിന്റെ ഭവനത്തിൽ തരുമെന്ന് ഉറപ്പായിട്ടും. അത് ഇനി എത്രയേറിയ ഭാരമുള്ള വിഷയമായിക്കൊള്ളട്ടെ, കർത്താവ് സർവശക്തനാണ്. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മെ ആദരിപ്പാൻ സർവശക്തനാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുവചനം ഏറ്റെടുക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്നെ ആദരിപ്പാൻ, മാനിപ്പാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റെടുക്കാൻ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.